ARTOWZന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. അഡോബ് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ക്ലിയർ കുറഞ്ഞ ഡോക്യുമെൻറ്റുകൾ എങ്ങനെയാണ് സ്കാൻ ചെയ്തതുപോലുള്ള ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇവിടെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രോപ്പ് ടൂളിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്നൊരു ടൂൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏത് ഭാഗമാണോ നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ 4 മൂലയിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഈ ഒരു രൂപത്തിലേക്ക് മാറി കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ പേപ്പർ സ്ട്രൈറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ശേഷം നമ്മൾ കീബോർഡിൽ Ctrl+L എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് ഈ മൂന്നാമതായി കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു കളറാണോ നമുക്ക് ഇതിൽ നിന്ന് പോയി കിട്ടേണ്ടത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വെക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് പ്രധാനമായിട്ടും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ഡാർക്ക്നെസ്സാണ് നമുക്ക് പോയി കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഡാർക്ക്നെസ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആ ഒരു ഡാർക്ക്നെസ് പോയി കിട്ടിയിരിക്കുകയാണ്. ശേഷം നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് മുമ്പോട്ട് നീക്കി കൊടുത്താൽ നമ്മുടെ ടെക്സ്റ്റ് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കൂടുന്നതാണ്. ശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് ഈ ഒരു രൂപത്തിൽ വന്നിരിക്കുകയാണ്. ശേഷം ഇതുപോലുള്ള പാടുകൾ കൂടെ നമുക്ക് ഇതിൽ നിന്നും കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൂൾ ബാറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോഡ്ജ് ടൂൾ എന്നൊരു ടൂൾ നമുക്ക് ലഭിക്കുന്നതാണ്. അത് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ റേഞ്ച് എന്നിടത്ത് ഹൈലൈറ്റ്സ് എന്നാക്കി കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെലക്ഷൻ വലുതായി വരുന്നതാണ്. അതിനുശേഷം അത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു പാടുകളുടെ ഭാഗത്തായിട്ട് ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാടുകൾ കൂടെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നിന്നും പോയി കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം പാടുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈലൈറ്റ്സ് എന്നിടത്ത് മിഡ് സ്റ്റോൺ എന്നാക്കി കൊടുത്തുകൊണ്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഇതിൽ നിന്നും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഫയൽ ഈ ഒരു രൂപത്തിലേക്ക് വളരെ മനോഹരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സുകളും അപ്ഡേഷൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.